വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ISL മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടം ഇന്ന് കൊച്ചിയിൽ. കന്നി കിരീടം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബൂട്ട് കെട്ടുമ്പോൾ രണ്ടാം കിരീടമാണ് കൊൽക്കത്ത ലക്ഷ്യമിടുന്നത്. വൈകിട്ട് 7-ന് നടക്കുന്ന മത്സരത്തിന് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മനു ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. മനു, കാൽപന്തിന്റെ ആരവം കേൾക്കാമെങ്കിൽ കാൽപന്തിന്റെ ആരവം പെയ്തൊഴിയാനായി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. എന്താണ് നിലവിലത്തെ സ്ഥിതി? മഞ്ഞക്കടലായി തന്നെ മാറിയോ കൊച്ചി? തീർച്ചയായിട്ടും അഞ്ചു തന്നെ അങ്ങനെ പറയണം. തീർച്ചയായിട്ടും ഒരു വലിയ മഞ്ഞക്കടലിന്റെ തടവ് നിൽക്കുന്ന അനുഭവമാണ് ഇപ്പോൾ കൊച്ചിയിലെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യെല്ലോ മേ ഖേലോ എന്ന അവരുടെ മുദ്രാവാക്യം പോലെ തന്നെ മഞ്ഞയിൽ കളിച്ചാടുകയാണ് കൊച്ചി. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, ചലച്ചിത്ര താരം ശ്രീ ബൈജു എഴുപ്പുണ്ട് നമ്മോടൊപ്പം. നമുക്ക് ചോദിക്കാം, ബൈജുട്ട് എങ്ങനെയുണ്ട് മത്സരത്തെ? എങ്ങനെയാണ് കാണുന്നത്? എല്ലാ മത്സരം കണ്ടുള്ളതാണ് മത്സരം ഞാൻ സെമിയിലാണ്. സെമിയുടെ ഒരു ആവേശമാണ് ശരിക്കും എന്നെ ഫൈനലിലോട്ട് ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്താ വെച്ചാൽ 100% നമ്മൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ സപ്പോർട്ട് അത്രയാണ്, ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. കംപ്ലീറ്റ് ആൾക്കാരും കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നെ അതിനേക്കാൾ ഉപരി ഇവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു പാതി ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടാണ്ട് തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടിയുണ്ട്. എല്ലാവരും അത്രയും ഒരു ഇതിലായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ആരാധകർക്കപ്പുറത്തേക്ക് നമ്മുടെ ഒരു ശക്തിയൊക്കെ ആയിട്ട് ചേട്ടൻ കാണുന്നത്? തീർച്ചയായിട്ടും. അല്ല, ബേസിക്കലി കളി നല്ലതാണ്. അതിൻ്റെ ഒപ്പം പ്ലേസ് നമ്മൾ എന്താ പറയുക, ആരാധകരുടെ സപ്പോർട്ടും പിന്നെ കളിയും കൂടെ ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സീസൺസിന്റെ ഫൈനൽ വന്ന് നമ്മൾ പോയി. അപ്പോൾ അതിൻ്റെ ഇത് എന്തായാലും ഒരു ദൈവ ഇടപെടൽ ഇതിനകത്തുണ്ടാവും. അതാണ് ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യ സീസണിൽ നമ്മളെ തോൽപ്പിച്ചവരെ തന്നെയാണ് ഇന്ന് ഫൈനലിൽ നമുക്ക് എതിരാളികൾ. അതെ അതും പറഞ്ഞ ഒരു നിയോഗം പോലെയാണ്. കാരണം എന്തു വന്നാലും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ, കാര്യം അത്രയും ഇപ്പോൾ ഈ ഒരു ആവേശം നമ്മുടെ ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെ പോയാലും ഇത്ര ഒരു ആവേശം കാണാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ വളരെ പച്ചയായിട്ടുള്ള ആവേശമാണ്, അല്ലാണ്ട് ഡ്രഗ് അടിച്ച് കിടന്നുള്ള ആവേശം കാണിക്കുന്നതല്ല. നമ്മുടെ പച്ചയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാണികളുടെ ഒരു ആവേശമാണ്. അപ്പോൾ അതിനൊരു സത്യസന്ധതയുണ്ട്. അതുകൊണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. വേറെ കൂടെയുണ്ട്, നമ്മുടെ വിനീത് ഉണ്ട്, ഒപ്പം തന്നെ റിനോ ആൻഡോ ഉണ്ട്. അങ്ങനെ നമ്മുടെ മലയാളികൾ കൂടി കളിക്കുന്ന ഒരു മലയാളി മണ്ണിൽ നടക്കുന്ന ഒരു ഫൈനൽ കൂടിയാണ്. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ കൂടുതൽ ഫോക്കസ് ചെയ്തു. സാധാരണ വിനീത് അതിനേക്കാൾ മികച്ച കളിക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ പേപ്പറുകളിൽ പോലും ഏറ്റവും ഫ്രണ്ടിൽ ഇതായിട്ടിരിക്കുന്നത്, അത് ക്യാപ്റ്റൻ്റെ സ്ഥാനമാണ് നമ്മൾ വിനീതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും വിനീത് ഉറപ്പായിട്ടും ആ ഒരു എക്സ്ട്രാ, അതായത് വിനീതിൻ്റെ കഴിവിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി ഒരു കളി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. തുടക്കത്തിൽ നമ്മുടെ ടീം കുറച്ച് പതറിയാണ് തുടങ്ങിയത്. ആദ്യം നമ്മൾ കുറച്ച് തോൽവികളും സമനിലകളൊക്കെ വന്നിട്ട്. അപ്പോൾ ചേട്ടൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഫൈനലിലേക്കൊക്കെ എത്തുക? അല്ല, ഫൈനലിൽ എത്തും എന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഫൈനലിൽ എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. സെമിയിൽ ഇവിടെ നിന്നുള്ള ഒരു ആവേശവും പിന്നെ നമ്മൾ ഡൽഹി പോയിട്ട് ഭാഗ്യം ഒത്തൊത്തൊത്തു വന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കഴിഞ്ഞ സെമി 2-ൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ നന്നായിട്ട് അവർ കളിച്ചു. 10 പേരെ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് കളിച്ചു. പക്ഷെ അപ്പോഴും നമുക്ക് കളിയിനേക്കാൾ ഒരു ഭാഗ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിരിക്കുന്ന അതായത് നമ്മുടെ കൊച്ചിയിൽ നടക്കുമ്പോൾ ഈ ഭാഗ്യം ഒന്നുകൂടെ അതിൻ്റെ മേളിലോട്ട് എത്തും എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ കളി ഒന്ന് മാറിയത് വിനീതിന്റെ വരവോട് കൂടിയാണ്. അപ്പം വിനീതായിരിക്കും ആ തരത്തിൽ വിനീതിനെ എങ്ങനെയാണ്, വിനീതിന്റെ ഒരു കളി മികവനെ എങ്ങനെയാണ് ബൈച്ചേട്ടൻ? അല്ല, വിനീതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ടുള്ള അതായത് അങ്ങേരുടെ ഒരു ഇത്രയും വലിയ ഇതിൽ നിൽക്കണമെങ്കിൽ ഒരു ജാട എന്ന് പറയുന്ന സാധനം ഒട്ടുമില്ല. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വിനീതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ പല ഇതും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാ തരത്തിലുണ്ട്. പക്ഷേ വിനീത് അത്രയും പച്ചപ്പാവമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് കാണികളുടെ ആവേശത്തിന് മാത്രമല്ല, അവരൊരു പ്രാർത്ഥനയും കൂടെ എല്ലാവർക്കും ഉണ്ട്. ഇന്നിപ്പോൾ കളിക്കാൻ ഇറങ്ങും മുമ്പ് നമ്മുടെ ആരാധകരോട് ചേട്ടൻ എന്താണ് പറയുക? ആരാധകർ ഇപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ ഏകദേശം 1 ലക്ഷം പേരല്ല, ഇത് നമ്മുടെ ലോകത്തിലുള്ള മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിന് മുന്നോടിയായിട്ട് നമ്മളെ ഒരു ക്രിസ്മസ് പുതുവത്സര ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മണ്ണിൽ നിന്ന് കിട്ടുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും അഞ്ചു, ശ്രീ ബൈജു എഴുപ്പന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഒരുപാട് പ്രതീക്ഷയിലാണ് അദ്ദേഹം അടക്കമുള്ളവർ നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും കാര്യം നമുക്ക് പറയാനുള്ളത്. കാരണം വലിയ പ്രതീക്ഷയോടെ ഏകദേശം 60,000-ന് മുകളിൽ വരുന്നൊരു ജനസഞ്ചയം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനായി എത്തിയിരിക്കുന്നു. ഇപ്പോൾ വിവിധ ഗേറ്റുകളിലൂടെ സ്റ്റേഡിയത്തിനകത്തേക്ക് കാണികൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു വലിയ ജനക്കൂട്ടം തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ പുറകോട്ട് പോയിരുന്ന ഒരു ടീമായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ പിന്നീട്
ആരാധക പിന്തുണയും ഒപ്പം തന്നെ സ്റ്റീവ് കോപ്പലിന്റെ മികച്ച തന്ത്രങ്ങളും ഒക്കെയായി നമ്മൾ തിരികെ കയറി വരുന്ന ഒരു കാഴ്ച. ഇന്നിപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അത് കാസർഗോഡ് നിന്നും മലപ്പുറത്ത് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മുടെ കൊച്ചി നഗരം എടുത്തു നോക്കിയാൽ കാണാം, ഈ മഞ്ഞ ജേഴ്സി അണിഞ്ഞ ആരാധകരുടെ ഒരു ആളുകളുടെ ഒരു വലിയ തിക്കും തിരക്കും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇന്നലെ തന്നെ ഇപ്പോൾ ഫൈനലിൽ കിക്ക് ഓഫ് ആകുന്നത് 7 മണിക്കാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ഇങ്ങോട്ട് വലിയ തോതിൽ ഒക്കെ ആരാധകർ ഒഴുകി വരുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവർ രാവിലെയോടെ ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ സ്റ്റേഡിയത്തിന്റെ വിവിധ ഗേറ്റുകളിലേക്ക് വരുന്നു, അകത്ത് കയറാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിയപ്പെട്ട താരങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകം എന്ന് പറയുന്ന ആരാധക പിന്തുണ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ISLലെ മറ്റ് ഏത് ടീമിനെ അപേക്ഷിച്ച് ആരാധക പിന്തുണ വളരെയധികം വലുതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം ഇത്തരത്തിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ISLന്റെ ഫൈനലിന് ആദ്യമായി കൊച്ചിക്ക് അനുവദിക്കാൻ ISL സംഘാടക സമിതി തീരുമാനിച്ചത്. ഒപ്പം തന്നെ നക്ഷത്രങ്ങളുടെ ഒരു വരവിന് വേണ്ടി കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ വരുന്നുണ്ട്, ഒപ്പം തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങൾ VVIPകളൊക്കെ വരുന്നു. അവരുടെ മുന്നിൽ ഫൈനൽ കളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഥമ സീസണിലെ ISLന്റെ ഫൈനലിൽ നമ്മളെ തോൽപ്പിച്ച കൊൽക്കത്തയാണ്, അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ് വരുന്നത്. അപ്പോൾ അവരെ തോൽപ്പിച്ചാൽ അതൊരു ഇരട്ടി മധുരം കൂടിയാകും, ഒരു പ്രതികാരത്തിന്റെ മധുരം കൂടിയാകും കേരളത്തിന്. അത്തരത്തിലുള്ള കണക്കുകളൊക്കെ കേരളം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ പൂർണ്ണമായും ഒരു വലിയ ജനസഞ്ചയത്തിന് നടുവിൽ അക്ഷരാർത്ഥത്തിൽ മഞ്ഞയിൽ കുളിച്ചാടുകയാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അത്ഭുതപ്പെടാൻ അതായത് നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിലെ എല്ലാ വഴികളും ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്കാണ്, കരൂരിലേക്കാണ്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതെന്ന് ചോദിച്ചാൽ ISLന്റെ ടിക്കറ്റാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പലർക്കും ടിക്കറ്റ് കിട്ടാതെ മടങ്ങി പോകേണ്ടി വന്നൊരവസ്ഥയുണ്ടായി. ബ്ലാക്കിൽ ടിക്കറ്റ് വിട്ടു എന്ന് പറഞ്ഞ് ചില തരത്തിലുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഈ വലിയ ആരവം ഇപ്പോൾ ഇവിടുന്ന് കേൾക്കുന്ന ആരവം തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി നമുക്കിവിടെ പറയാൻ വേണ്ടി കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് VIP ഗേറ്റിന് മുമ്പിലാണ്. അല്പസമയം കഴിയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട VIPകളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. മനു, അത് തന്നെയാണ് ഒരുപക്ഷെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ആദ്യം മുതൽക്കേ തന്നെ ഉയർന്നിരുന്നു. നിലവിലത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ കലുഷിതമായ ഒരു അന്തരീക്ഷമുണ്ടോ? ഇന്നും ഒട്ടേറെ പേർ ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടായതായി പറയുന്നു. തീർച്ചയായിട്ടും അഞ്ചു, ഒരുപാട് പേർക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ ആരാധകർ കാത്തു കെട്ടിക്കിടക്കുകയായിരുന്നു. പക്ഷേ പലർക്കും ടിക്കറ്റുകൾ കിട്ടിയിട്ടില്ല. ഒന്ന് പ്രധാനമായും ഓൺലൈനിൽ കൂടി ടിക്കറ്റ് കിട്ടിയപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ടിക്കറ്റുകൾ ഓൺലൈനിൽ ഉണ്ടായിരുന്ന ചുടപ്പം പോലെ വിറ്റുപോയി. അത് വളരെ വേഗത്തിൽ സോൾഡ് ഔട്ടായി. മറ്റൊന്ന്, ഇവിടെ ആദ്യ ദിവസം സംഭവിച്ച ചില പാളിച്ചകൾ, അതായത് ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ബൾക്കായി ഇവിടുന്ന് ടിക്കറ്റുകൾ 100ഉം 200ഉം ടിക്കറ്റുകളൊക്കെ ഒരുമിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പിന്നീട് വന്നവർക്ക് ടിക്കറ്റ് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇവിടുന്ന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ എങ്കിൽ പോലും അവരൊന്നും ടിക്കറ്റ് കിട്ടാത്തതിൽ നിരാശരാണ്, ടീമിന്റെ കളി നേരിട്ട് കാണാനാകാത്തതിൽ നിരാശരാണ്. പക്ഷേ എങ്കിൽ പോലും ടീമിന് ഗ്രൗണ്ടിന് പുറത്ത് വലിയ സപ്പോർട്ടാണ് അവർ നൽകുന്നത്. ഒരുപക്ഷെ ടെലിവിഷൻ സെറ്റുകളിലൊക്കെ വലിയ സപ്പോർട്ടുമായി അവർ കാത്തിരിപ്പുണ്ടാകും. ടീമിനോടുള്ള സ്നേഹത്തിൽ അവർക്ക് ആർക്കും കുറവില്ല. പക്ഷേ ഇത്തരത്തിൽ ചില നടപടികൾ ഉണ്ടായത് അവരെ ദുഃഖിതരാക്കിയിട്ടുണ്ട്. എങ്കിലും അതൊക്കെ ഇനി മറക്കുകയാണ് എല്ലാവരും. കാരണം ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കിക്ക് ഓഫിന് വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അവിടെ ഇനി ഗ്രൗണ്ടിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചകൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ തടിച്ചുകൂടിയിരുന്ന ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ആളുകളും കാത്തിരിക്കുന്നത്. 60,000 ആയിരിക്കും ഇന്ന് സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. 60,000-ഓളം കാണികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേഡിയത്തിന് മുന്നിൽ കളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ഏറ്റവും ഒരു കായിക ഇനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും മഹത്തായ ഒരു അവസരം തന്നെയായിരിക്കും. അത്രയും ആരാധകരുടെ മുന്നിൽ കളിക്കുക എന്ന് പറയുന്നത് ഏത് ടീമിനെ സംബന്ധിച്ചുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി തന്നെയാണ് ഇന്ന് കൊൽക്കത്തയ്ക്ക് ഇവിടെ നേരിടേണ്ടി വരുന്നതും. ഇതുണ്ടോ ഈ വലിയ ആരവം കേട്ടോ അൻഷു, ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. കളി കാണാൻ എത്താൻ ഇവിടെ കഴിയാത്തവരോട് പങ്കുവെക്കാനുള്ള ഈ ഒരു ആരവ കാഴ്ചകൾ തന്നെയാണ്. ഇത് ആളുകൾ വിവിധ ഗേറ്റുകളിലൂടെ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന കാഴ്ച, വരിവരിയായി പോകുന്ന കാഴ്ച. എല്ലാവരും മിക്കവരും തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സി ഇട്ട് തലയിൽ മഞ്ഞ കെട്ടുകെട്ടി മുഖത്ത് മഞ്ഞ ചായമൊക്കെ പൂശി ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പിന്തുണയുമായി പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇതുപോലൊരു കാഴ്ച നേരിട്ട് നമുക്ക് കാണാൻ കഴിയുക ജർമ്മൻ ക്ലബ്ബ് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ കളി കാണുന്ന ഒരു വേളയിലായിരിക്കും. കാരണം അവരുടെ ഈ മഞ്ഞക്കുപ്പായം തന്നെയാണ്, ആ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുക. അത്തരത്തിൽ ഒരു മേളയിൽ അല്ലെങ്കിൽ ഒരു ലോകവേദിയിൽ നിൽക്കുന്ന ഒരു ആരാധക പിന്തുണ. ഇന്ത്യയിലെ ഏറ്റവും നല്ല കാണികൾ, ഒരുപക്ഷെ കാണികളുടെ എണ്ണം കൊണ്ട് ലോകത്തിലെ തന്നെ 4ാമത്തെ പ്രധാന ലീഗുകളിലേക്ക് ISL കയറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെ കൊച്ചിയായിരിക്കാം. അത്തരത്തിൽ കൊച്ചിയുടെ ഈ വലിയ ആരാധക പിന്തുണകൾക്ക് നടുവിലാണ് ഇന്ന് ഈ ഫൈനലിന് വേണ്ടി ഇറങ്ങുക. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. ഈ ആരാധകരെ മുഴുവൻ തൃപ്തിപ്പെടുത്തിയേ മതിയാകും. ഒപ്പം തന്നെ സ്റ്റേഡിയത്തിൽ വരാതെ കാത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും, കണ്ണുനട്ട് കാത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും അവർക്ക് തൃപ്തിപ്പെടുത്തിയേ മതിയാകും. ഇന്നലെ സന്ദീപ് നന്ദി പറഞ്ഞതുപോലെ ഇത് ഈ ആരാധകർക്ക് വേണ്ടിയുള്ള കപ്പാണ്, ആരാധകർക്ക് വേണ്ടി കിരീടം നേടിയേ മതിയാകൂ എന്ന് സന്ദീപ് നന്ദി ഇന്നലെ പറയുകയുണ്ടായി. അതുതന്നെയാണ് സത്യത്തിൽ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനോട് ഇവിടെയുള്ള ആരാധകരൊക്കെ
പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ കപ്പടിക്കണം, കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ ആരാധകരൊക്കെ എങ്കിൽ പോലും ഇയാൻ ഹ്യൂമിനെ പോലെ ഉള്ളത് ചിലർ കൊൽക്കത്ത നിരയിലുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചില ഭയാശങ്കകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വിനീതും ബെൽഫോർട്ടും നാസറും ഒക്കെ കൂടി ഭാഗ്യം കൊണ്ടുവരും. എല്ലാത്തിനും മുകളിൽ സ്റ്റീവ് കോപ്പൽ എന്ന തന്ത്രശാലിയായ പരിശീലകൻ കൂടി ചേരുമ്പോൾ വലിയ ആവേശ കാഴ്ചകളിൽ നമുക്ക് വലിയ നേട്ടങ്ങളായിരിക്കാം ലഭിക്കുക എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരാധക പിന്തുണയ്ക്ക് വിജയം കൊണ്ട് മറുപടി പറയുക എന്നത് മാത്രമായിരിക്കും സ്റ്റീവ് കോപ്പലിന്റെയും സംഘത്തിന്റെയും മുന്നിലുള്ളത്. അതിന് അവർ സ്വന്തം മണ്ണിൽ സ്വന്തം കാണികളുടെ മുമ്പിൽ കൈ മെയ്മറന്ന് പൊരുതേണ്ടിയിരിക്കുന്നു. ആ ഒരു നിമിഷത്തിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. കാരണം 7 മണിക്ക് കിക്ക് ഓഫ് ആവും. 5:30 കൂടി ഗേറ്റുകൾ പതിയെ അടയ്ക്കാൻ ആരംഭിക്കും. 5:30 കൂടി കാണികൾ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കണമെന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് VIP-കൾ വരുന്നതുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സുരക്ഷാ ക്രമീകരണങ്ങൾ അനുസൃതമായി കാണികൾ കൃത്യമായി തന്നെ മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു വലിയൊരു പോലീസിന്റെ ഒരു വലിയ പ്രയത്നം കൂടി അതിന്റെ ഭാഗത്തുണ്ട്. നമുക്ക് പറയാതെ വയ്യ. കൃത്യമായ രീതിയിൽ അവിടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി പ്രയത്നങ്ങളുടെ ഒക്കെ കൂടി ഫലമാണ് ഇനി 7 മണിക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിന്റെ ഏകദേശം പകുതിയോളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്തരത്തിൽ ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഈ ആളുകൾ കൂടി പ്രവേശിക്കും. ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകളോട് കാത്തിരിക്കുന്നത് നക്ഷത്രങ്ങളുടെ VIP ഒക്കെ വരവിന് വേണ്ടിയാണ്. സച്ചിൻ അടക്കമുള്ളവർ വരാൻ വേണ്ടി നിൽക്കുന്നു, സൗരവ് ഗാംഗുലി വരാൻ വേണ്ടി നിൽക്കുന്നു, ഒപ്പം അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ വരുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു നക്ഷത്ര ലോകത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ വലിയ ആളുകളുടെ മുന്നിൽ കേരളം കിരീടം നേടുന്നത് കാണാൻ വേണ്ടി സത്യത്തിൽ ഈ 3ാം സീസണിന്റെ ഫൈനലിന് വേണ്ടി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു മഞ്ഞക്കടലായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്ന് പറയാം. കാരണം ഫൈനലിന്റെ കൊടിതോരണങ്ങളും ഫൈനലിന്റെ ബാനറുകളും വലിയ നേട്ടങ്ങളും ഒക്കെയായി അങ്ങനെ ഫൈനലിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളൊക്കെയായി നമ്മുടെ സ്റ്റേഡിയം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ എല്ലാം കൊണ്ടും കൊച്ചി തങ്ങൾക്ക് ആദ്യമായി ലഭിക്കുന്ന ISLന്റെ ഫൈനലിനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ISL അതിൻ്റെ പൂർണ്ണമായ ആ ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതുപോലൊരു ഫൈനൽ നമുക്ക് ISLൽ കാണാൻ കഴിയില്ല. കാരണം വേറെ ഏത് ഗ്രൗണ്ടിൽ കളിച്ചാലും ഇത്രയും സപ്പോർട്ടോ ഇത്രയൊന്നും വേറെ ഒരിടത്തും ജനപിന്തുണയോ വേറെ ഒരിടത്തും കിട്ടത്തില്ല. അതുതന്നെയാണ് ഈ ഒരു ഫൈനലിനെ കേരളത്തിന് നൽകാനും കൊച്ചിക്ക് നൽകാനും ISL സംഘാടക സമിതിയെ തീരുമാനിച്ചത്. ഒരു ഇലക്ട്രിക് എനർജിയാണ് ഇവിടെ നിന്ന് കളിക്കുമ്പോൾ ലഭിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ എന്ന് നിത അംബാനി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. ഇലക്ട്രിക് എനർജിയാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ കളിക്കാർക്കും കാണികൾക്കും ഒക്കെ ലഭിക്കുന്നത്. അത്തരത്തിൽ ഈ വലിയ പ്രതീക്ഷയുമായി വലിയ ആരാധകരുടെ നടുവിൽ ഇനി 7 മണിയോടുകൂടി കിക്ക് ഓഫ് ആകും. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ആരാധക കൂട്ടം, ഏകദേശം 60,000-ന് മുകളിൽ വരുന്ന ഒരു ആരാധക കൂട്ടം തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ ഓരോരുത്തരായി വരുന്ന വിവിധ ഗേറ്റുകളിലേക്ക്, സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റുകളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നൊരു കാഴ്ച അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് അല്പസമയത്തിന് അകം തന്നെ കുറച്ച് സമയം മുമ്പാണ് പ്രവേശനങ്ങൾ ആരംഭിച്ചത്. 5:30 സ്റ്റേഡിയത്തിനുള്ളിൽ അവർക്ക് പ്രവേശിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിവിധ ഗേറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേഡിയത്തിന്റെ ഏകദേശം പകുതിയോളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത്രത്തിലധികം ആരാധകർ ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ. എന്തായാലും 10,000-കണക്കിന് കാണികൾക്കും കേരളീയർക്കും ഒന്നാകെ ഒരേ ഒരു മോഹം കപ്പിൽ മുത്തമിടുക എന്നുള്ളത്. അത്തരത്തിൽ വലിയ പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ തന്നെയാണോ കാണികൾ പങ്കുവെക്കുന്നതും? അഞ്ജു, തീർച്ചയായും അത്തരത്തിൽ വലിയ വിജയ പ്രതീക്ഷയും തന്നെയാണ് കാണികൾ പങ്കുവെക്കുന്നത്. കേരളം ജയിക്കുക, കേരളത്തോടുള്ള വലിയ ആ ഒരു സ്നേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ മഞ്ഞക്കടലിന് നടുവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അവർ വിവിധ ഗേറ്റുകളിലേക്കുള്ള പ്രവേശനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ജയം മാത്രമാണ് അവർക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളത്. അതായത് ആ ഒരു നിമിഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 7 മണിക്ക് തന്നെ മത്സരങ്ങൾ കൃത്യമായിട്ട് ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ് ഇവിടെ. ഇന്നലെ മുതൽ തന്നെ ആളുകൾ തമ്പടിച്ചു നിൽക്കുകയായിരുന്നു ഗ്രൗണ്ടിലേക്ക് എത്താൻ വേണ്ടി. രാവിലെ സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ കൂട്ടങ്ങളായും ഒക്കെ നമുക്കിപ്പം ആളുകൾ നമ്മുടെ തത്സമയം
അഞ്ജു, ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ആരാധക പിന്തുണ, ഈ നെഞ്ചിൽ തൊട്ടുള്ള ഈ ഒരു സ്നേഹം, അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കരുത്ത്. അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിൽക്കുന്നതും ഈ ഒരു ആരാധകർ കൂടി വേണ്ടി തന്നെയായിരിക്കും. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആരാധകർക്ക് വേണ്ടി മത്സരം ജയിക്കുക എന്നത് തന്നെയായിരിക്കും അവർക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ഒരേ സമയം സമ്മർദ്ദം എന്തായാലും ഏതാണ്ട് 3.5 കോടിയോളം വരുന്ന ജനത ഒരേ ഒരു കാൽപന്തിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ഈ മണിക്കൂറുകൾ. ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും തന്നെയാണ് 10,000-കണക്കിന് കാണികൾ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. ഒപ്പം കേരളീയരും ഒന്നാകെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു ആ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ സ്വന്തമാക്കുമെന്ന്. സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ ഓതിക്കൊടുത്ത തന്ത്രങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കടത്തിയത്. ആദ്യ ജയം നേടാൻ 4ാം മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കോപ്പലിന്റെ കീഴിൽ അത്ഭുതങ്ങൾ തീർക്കുകയായിരുന്നു. കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മജീഷ്യനാണ് സ്റ്റീവ് കോപ്പൽ. ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ടീമിനെ താഴെപ്പടിയിൽ നിന്ന് ഫൈനലിലേക്ക് കൈപിടിച്ചാണ് കോപ്പൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ തീർത്തത്. ശരാശരിക്കാരുടെ ഒരു സംഘത്തെ ഫൈനലിലെത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളാണ് സ്റ്റീവ് കോപ്പലിനെ ISLലെ തന്ത്രങ്ങളുടെ ആശാനാക്കിയത്. സൈഡ് ലൈനിനരികിൽ ശാന്തതയോടെ നിൽക്കുന്ന കോപ്പൽ തലകൊണ്ടായിരുന്നു മൈതാനത്തെ അളന്നത്. നിമിഷനേരങ്ങൾ മതിയായിരുന്നു കോപ്പൽ എന്ന പരിശീലകന് തന്ത്രങ്ങൾ മാറ്റിവരയ്ക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2ാം പകുതിയിലായിരുന്നു സ്റ്റീവ് കോപ്പലിലെ തന്ത്രശാലി പുറത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഗോളുകളും 2ാം പകുതികളിൽ പിറന്നത്. സ്പാനിഷ് താരം ഹോസുവിനെയും ബെൽഫോർട്ടിനെയും കോപ്പൽ ഉപയോഗിച്ച രീതി കണ്ടാലറിയാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ടീമിന്റെ ഘടനയെ മാറ്റിമറിച്ചതെന്ന്. മികച്ച വിംഗറായ ഹോസുവിനെ കോപ്പലിറക്കിയത് ഇടത് വിംഗ് ബാക്കായി. ഫലമോ ലീഗിലെ ഏറ്റവും മികച്ച ഇടത് വിംഗ് ബാക്കുകളിൽ ഒരാളായി ഹോസു മാറി. സ്ട്രൈക്കറായ കെവിൻ ബെൽഫോർട്ടിനെ വിംഗിൽ കളിപ്പിച്ചും കോപ്പൽ അത്ഭുതങ്ങൾ കാട്ടി. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ശൈലിയായ 4-4-2 രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ തവണയും കോപ്പലിറക്കിയത്. പ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഫ്ലാറ്റ് ശൈലിയിൽ ടീമിനെ നയിക്കാൻ കോപ്പലിനെ സഹായിച്ചത് കഠിനാധ്വാനികളായ ആരോൺ ഹ്യൂസും സിഡ്രിക് ഹെങ്ബട്ടുമാണ്. നിശബ്ദമായി വിപ്ലവം തീർത്ത സ്റ്റീവ് കോപ്പൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്റ്റാർ. ഫൈനലിലും കാത്തിരിക്കാം ആശാന്റെ പുതിയ അടവുകൾക്കായി. സ്പോർട്സ് ഡെസ്ക്. മനു തന്നെ ഇപ്പോൾ ചേരുകയാണ്. മനു, എന്തായാലും നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മണ്ണിൽ കിരീടത്തിനപ്പുറത്തേക്ക് ആരാധകർ കരുതുന്നില്ല എന്ന് കോപ്പലിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ സ്റ്റീവ് കോപ്പൽ മെനയുന്ന തന്ത്രങ്ങൾ അത് വിജയത്തിന്റെ നാന്ദി കുറിക്കുന്ന ഒന്നാകുമെന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്. അത്തരത്തിലൊരു അവസാന അടവ് കോപ്പലിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? മനുവിലേക്ക് പിന്നീട് വരാം. ISL ഫൈനൽ ടിക്കറ്റുകൾ കരിഞ്ചന്തയിൽ ലഭിക്കുന്നതായുള്ള പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KMI മേത്തർ. IM വിജയന് ജനറൽ ടിക്കറ്റാണ് ലഭിച്ചതെന്നുള്ള പരാതിയും ലഭിച്ചിട്ടില്ലെന്നും മേത്തർ വ്യക്തമാക്കി. ടിക്കറ്റ് നമുക്ക് അതൊക്കെ അവരാണ് നടത്തുന്നത്. KIF ഒരു അതിൻ്റെ അകത്തൊന്നുമില്ല. അല്ല, അത് എനിക്കറിയില്ല. അതിൽ അങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ഇല്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയോടെയാണ് മലയാളി താരം റിനോ ആന്റോയുടെ കുടുംബം കാത്തിരിക്കുന്നത്. ചരിത്ര നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ റിനോയും കളത്തിലിറങ്ങിയാൽ തൃശൂർ ഒല്ലൂക്കര ഗ്രാമത്തിന്റെ ആഹ്ലാദം 10 മടങ്ങാകും. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ റിനോ ആന്റോ അഭിമാനമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ ഒല്ലൂക്കര ഗ്രാമം. നാട്ടുകാരുടെ ആഹ്ലാദത്തിനും ആവേശത്തിനുമപ്പുറം പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും സമ്മർദ്ദത്തിലാണ് റിനോയുടെ കുടുംബം. പ്രതിരോധ നിരയെ മുൻനിർത്തി കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനാവുമെന്നാണ് റിനോയുടെ അച്ഛൻ ആന്റോയുടെ പ്രതീക്ഷ. CK വിനീതിനെ ഏതു തരത്തിൽ വിനിയോഗിക്കുന്നു എന്നതും കളിയിൽ നിർണായകമാവും. നല്ല ഫസ്റ്റ് മൂവ്മെന്റ് ആണ്. അത് അറിയണവർക്ക് അറിയുള്ളൂ. അതിപ്പോ ഒരു കാസറ്റിൽ കൂടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണുന്നതോ അല്ല. ചരിത്ര നിമിഷത്തിൽ റിനോയും പങ്കാളിയായാൽ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാകും. ഇറങ്ങിയാൽ നന്നായിട്ട് കളിക്കാൻ പറയാറുണ്ട്. ഇറങ്ങുന്ന ദിവസങ്ങൾ നന്നായി കളിക്ക്, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ടീം ജയിക്കട്ടെ എന്ന് പറയും. ഞാൻ ജയിച്ചു വരണതാണ് എൻ്റെ ആഗ്രഹം. AFC കപ്പിലെ നഷ്ടത്തിന്റെ പേരിൽ ഏറെ വിഷമിച്ചെങ്കിലും ISL ഫൈനലിൽ കളിക്കാനായാൽ അതിന്റെ വാശി പുറത്തെടുക്കാൻ റിനോ സജ്ജനാണെന്ന സഹോദരൻ ജോസഫ് ആന്റോ പറയുന്നു. കളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ ടീമൊക്കെ സെറ്റായി. അപ്പോൾ കളിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടാവും ആർക്കായാലും. നാളത്തെ കളി കളിക്കാൻ പറ്റിയ ചേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്.
ഉച്ചയ്ക്ക് ടീം മീറ്റിംഗിന് ശേഷമേ റിനോ കളത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യൻ തപാൽ സർവീസിൽ ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകതകൾ ഏറെയാണ്. ഒരുപക്ഷെ ദൈവത്തിന് ഭക്തന്മാർ കത്തയക്കുന്ന ഏക സ്ഥലവും ഇതാവും. എന്തായാലും നോട്ട് പ്രതിസന്ധിയിൽ സന്നിധാനത്തെ തൊഴിലാളികൾക്ക് ആശ്രയം കൂടിയാണ് ഈ തപാൽ ഓഫീസ്. രാജ്യത്ത് ദൈവത്തിന് തപാലെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ ക്ഷേത്ര സന്നിധിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഏക തപാൽ ഓഫീസാണ് സന്നിധാനത്തേത്. രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്തോഷവും വേദനയും കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ തപാൽ ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും സന്നിധാനത്തെ തപാൽ ഓഫീസിനുണ്ട്. തീർത്ഥാടന കാലത്തെ 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. മണ്ഡല മകരവിളക്ക് സമയത്ത് 66 ദിവസം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം വർക്ക് ചെയ്യുന്ന ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പസ്വാമിയുടെ പേരിൽ മണിയുന്ന മണി ഓർഡറുകളും കത്തുകളും നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കറൻസി വിനിമയത്തിൽ നിന്നും സന്നിധാനത്തെ തൊഴിലാളികളെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നതും അയ്യപ്പ സന്നിധിയിലെ ഈ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. വീട്ടിലേക്ക് പണമയക്കാനും മറ്റും സന്നിധാനത്തെ തൊഴിലാളികളുടെ ഏക ആശ്രയവും ഇവിടെയാണ്. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, ശബരിമല. ISL മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടത്തിനായി ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. കന്നി കിരീടമിട്ട് ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബൂട്ട് കെട്ടുമ്പോൾ രണ്ടാം കിരീടത്തിനായി കൊൽക്കത്തയും ഇറങ്ങുകയാണ്. സമീർ വഴങ്ങോട് ചേരുകയാണ് വിവരങ്ങളുമായി. സമീർ, വിജയത്തിനപ്പുറത്തേക്ക് ആരാധകർ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇരു കൂട്ടരുടെയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പോരാട്ടം തന്നെ. ഇവിടെ 2014 തനിയാവർത്തനം എന്ന് തന്നെ ഒരുപക്ഷെ വിശേഷിപ്പിക്കാം. കൊൽക്കത്തയും ബ്ലാസ്റ്റേഴ്സും നേർക്കുനേർ. ഇവിടെ ഇന്ന് ഇപ്പോൾ സാക്ഷിയാവാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ആയിക്കൊണ്ട് നിരവധി പേരാണ് ഇതിനോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഒപ്പം മുൻകാല ഫുട്ബോളറും അതോടൊപ്പം തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാവായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം സ്ഥിരമായി ഇവിടെ മത്സരത്തിന് വീക്ഷിക്കാനെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഫൈനലിനെ? നല്ല പ്രതീക്ഷയോടെയാണ് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഫുട്ബോൾ കമ്പക്കാരെല്ലാവരും ഇവിടെയുണ്ട്. ഫുട്ബോളിൻ്റെ മറന്ന ആളുകളെല്ലാം ഇന്ന് കളി കാണാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ഫുട്ബോളിൻ്റെ ആവേശം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ആദ്യം മങ്ങിത്തുടങ്ങിയതാണ്, പിന്നെ ഇടയ്ക്ക് മിന്നി. ഇപ്പോഴാണെങ്കിൽ ഏതാണ്ട് കത്ത് നിൽക്കുന്ന സമയമാണ്. ഈ ടീമിന് ആരെയും വെല്ലുവിളിക്കാൻ പറ്റിയ ടീമാണിപ്പോൾ. നല്ല ഡിഫൻഡർമാരുണ്ട്, മിഡ്ഫീൽഡുണ്ട്, നല്ല ചാട്ടുളി പോലെ ഗോൾ അടിക്കാൻ പറ്റിയ വിനീതിനെ പോലുള്ള കളിക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഇത്തവണയുള്ളത്. മാത്രമല്ല, ഈ ജനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 10,000-കണക്കിന് ജനങ്ങളില്ലേ, ഇതിനകത്ത് 1.5 ലക്ഷത്തിലധികം അകത്തുണ്ട്, പുറത്ത് 1 ലക്ഷത്തിലധികം പുറത്തുമുണ്ട്. കാണാനുള്ള ആളുകളായി ഇവരെല്ലാം വന്നിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ കഴിയില്ല. പക്ഷെ അവരെല്ലാം മനസ്സിൽ ജയിക്കണമെന്നാണ്. ഈ മനസ്സ് ഈ കളിക്കാരെ കൂടിയുണ്ട്. 11 കളിക്കാരാണ് കളിക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ, അവരെ കോച്ച് കൊടുക്കാൻ ഒരു കോച്ചുമുണ്ട്. പക്ഷെ ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ പുറത്തുണ്ട്. ഈ മനുഷ്യരുടെ ആവേശം, കേരളവും ബംഗാളും ഫുട്ബോളിൽ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധരാണ്. ബംഗാളിലാണ് ഫുട്ബോളിൻ്റെ ജന്മഭൂമി, കേരളം അതിൻ്റെ കളിത്തൊട്ടില്ല. രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലായത്. ഈ ഏറ്റുമുട്ടൽ നമ്മുടെ കളിക്കാർ, കേരള കളിക്കാർ, ഇവിടെ കളിക്കുന്നവർ 4 പേരുണ്ട് കേരള കളിക്കാർ. അവരെല്ലാം നല്ല കളിക്കാരാണ്. ഒരാൾ ഇന്ന് കളിക്കില്ല, റാഫിക്ക് പരിക്കാണ്. മറ്റ് 3 പേര് ഇവിടെ ഉണ്ട്. അപ്പം നമുക്കൊരു ആവേശത്തിൻ്റെ സ്ഥിതിയല്ലേ. ലോക ഫുട്ബോൾ കളിക്കാരുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ കളിക്കാർ കളിക്കുമ്പോൾ അതെന്തൊരു ആവേശമാണ്. ആവേശം നമ്മൾ ഈ കാണാൻ പോവുക. മാത്രമല്ല, ഗ്രൗണ്ടിൽ ചെന്നാൽ ഒരു പൂരത്തെക്കാൾ വലുതൊരു അനുഭൂതി ഗ്രൗണ്ടിൽ. കാരണം അവിടുന്ന് ഒരുമിച്ച് ഈ മൊബൈൽ ഫോണിൽ ലൈറ്റ് തെളിയിച്ചാലല്ലേ എന്തൊരു ആവേശമാണത്. മഞ്ഞ പട വരുന്നു, അവിടെ മിന്നാമിനുങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി നമ്മളെ സ്വീകരിക്കാൻ വരുന്നു. ആ ആവേശത്തിൽ നമ്മുടെ കളിക്കാർ കളിക്കും, നമ്മൾ ജയിക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഇയാൻ ഹ്യൂമൊക്കെ ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് എതിരായിട്ടാണ് കളിക്കുന്നത്. അതായത് ആദ്യ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിച്ച ഇയാൻ ഹ്യൂം ഇപ്പോൾ കളിക്കുന്ന കൊൽക്കത്തയ്ക്ക് വേണ്ടിയാണ്. മിന്നുന്ന ഫോമിലാണ്. കൊൽക്കത്തയുടെ ടോപ്പ് സ്കോററായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഹ്യൂം നല്ല കളിക്കാരനാണ്. നമ്മളെ ഹ്യൂമേട്ടൻ അങ്ങനെയാണല്ലോ നമ്മൾ വിളിച്ചിരുന്നത്. നമ്മളെ ഒരു പക്ഷേ അന്ന് ഫൈനലിലെത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കുവെച്ച ഹ്യൂമേട്ടൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. ഹ്യൂമേട്ടൻ പോയി, ഇപ്പം ജിങ്കാനുണ്ട്, നമുക്ക് സന്ദേശ് ജിങ്കാൻ. അദ്ദേഹത്തെ പോലെ പൂട്ടിയിടാൻ വിദഗ്ധനായ മറ്റു കളിക്കാനില്ല. മാത്രമല്ല, ഡിഫൻഡർമാർ 3 പേരും നല്ല ഫോമിലാണ് താനും. നമ്മളെ മിഡ്ഫീൽഡേഴ്സും നല്ലതാണ്. അതുകൊണ്ട് ഹ്യൂമുണ്ട് എന്നുള്ളത് ശരിയാണ്. ഹ്യൂം ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള ആളുകളുണ്ട്. നമുക്ക് ടീം അങ്ങനെ ഭയപ്പെടേണ്ട ടീമല്ല. ഹ്യൂമിനെ പിടിച്ചു കെട്ടാം. ഹ്യൂമിൻ്റെ കളിയെക്കുറിച്ച് ഞാൻ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. ഹ്യൂമിൻ്റെ കളിയുടെ ഒരു മികവ് കൊണ്ടാണ് നമ്മൾ അന്ന് ഫൈനലിലെത്തിയത്. ആ ഫൈനലിലെത്തിയ നമ്മൾ
ഇപ്പോഴത്തെ നില ഇതാണ്. ഇപ്പോൾ നമ്മൾ ഫൈനലാണ് കളിക്കുന്നത്. ഇത്തവണ 3ാമത്തെ ഫൈനലാണ് കേരളത്തിൽ നടക്കുക. ഈ ഫൈനൽ അതുകൂടി മനസ്സിലായിക്കോ. ഇതിൽ ജയിക്കണമെന്ന നമ്മുടെ ഒരു ആവേശമാണ്. ആ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആ പ്രതീക്ഷ ഈ കളിക്കാരുടെ മേലെയും ഒരു സാധാരണഗതിയിൽ ഒരു ടെലിയും ഈ ആവേശം കൊള്ളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കളിക്കും, എല്ലാം മറന്ന് കളിക്കും. എത്ര ഗോളിന് ജയിക്കുന്നുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നത്? എത്ര ഗോളിന് ജയിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ? ജയിക്കുന്നതാണെങ്കിൽ നമുക്കൊരു 2 ഗോൾ വരെ ആവാം ജയിക്കുന്നതാണെങ്കിൽ. പക്ഷേ 1 ഗോളിന് ജയിച്ചാലും മതിയല്ലോ. കപ്പ് കിട്ടണമെന്നല്ലേ ഉള്ളൂ, മതി. മാർജിനല്ല പ്രശ്നം വരുന്നത്. അഞ്ജു, ഇപ്പോൾ നമുക്കിപ്പം പന്ന്യൻ രവീന്ദ്രനാണ് ചെയ്യുന്നത്. വലിയ ആവശ്യത്തിൽ തന്നെയാണ് അദ്ദേഹം മുഴുവൻ മത്സരങ്ങളും കൊച്ചിയിൽ വന്ന് സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലും ബ്ലാസ്റ്റേഴ്സിന് ഈ തവണ കിരീടം അടിക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലുള്ള ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആദ്യ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിച്ച ഇയാൻ ഹ്യൂം ഇപ്പോൾ കൊൽക്കത്തയുടെ താരമാണ്. മിന്നുന്ന ഫോമിലാണ്. 7 ഗോളുകൾ നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കൊൽക്കത്തയുടെ ടോപ്പ് സ്കോററായി മാറിയ വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തളക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ന് വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ചും ബ്ലാസ്റ്റേഴ്സിൻ്റെ സെഡ്രിക് ഹംബർട്ട്, അതോടൊപ്പം തന്നെ മാർക്ക് താരം ആരൺ ഹ്യൂഗ്സ്, സന്ദേശ് ചിങ്കൻ തുടങ്ങിയിട്ടുള്ള താരങ്ങളെല്ലാം തന്നെ ഇന്ന് പൂർണ്ണ ഫിറ്റാണ്. അവരെല്ലാം തന്നെ ഇന്ന് ടീമിലുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലുണ്ടാകുന്ന നല്ല പ്രകടനം കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതുപോലെ ബെൽഫോർട്ടും അതോടൊപ്പം തന്നെ ഒരുപോലെ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും തിളങ്ങുന്ന മലയാളി താരം CK വിനീതിൻ്റെ ഒരു സാന്നിധ്യവും ബ്ലാസ്റ്റേഴ്സിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. പ്രത്യേകിച്ചും 5 ഗോളുകളുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോററായി മാറിയിരിക്കുന്ന CK വിനീതിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോട് തന്നെ നമുക്ക് ചോദിക്കാം അവരുടെ ഒക്കെ ഒരു ആവേശവും അതോടൊപ്പം ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രതീക്ഷയും. ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രതീക്ഷ എങ്ങനെയാണ്? ബ്യൂട്ടിഫുൾ. കേരള ബ്ലാസ്റ്റർ വിൽ റോക്ക്. എത്ര ഗോളിന് ജയിക്കുന്ന പ്രതീക്ഷ? 2-1 ആയിരിക്കും. 2-1 ഇൻ ഫേവർ ഓഫ് കേരള. എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രതീക്ഷ? അഞ്ജു, നമുക്ക് അറിയാം രാവിലെ മുതലുണ്ടായിരുന്ന വലിയൊരു പരാതി, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു പരാതി തന്നെയാണ് ഈ ഒരു പരാതി. ടിക്കറ്റ് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഒപ്പം ചേരുന്ന ഈ ആരാധകരുടെ ഒരു പരാതി. അവരോട് തന്നെ ചോദിക്കാം. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? എപ്പോൾ വന്നതാ? ഇവിടെ കൗണ്ടറിലൊക്കെ നിങ്ങൾ പോയിരുന്നോ? ടിക്കറ്റ് കിട്ടാനല്ല, പോലീസുകാർ ഓടിക്കണേ. എന്താ അവിടുന്ന് അവർ പറയുന്നത്? എന്താ ഇവിടെ നിൽക്കേണ്ടതാ, പൊക്കോന്ന് പറയാം. ടിക്കറ്റ് കഴിഞ്ഞു എന്നാണോ? വിൽപ്പന നേരത്തെ തന്നെ തീർന്നെന്നാണ് പറയുന്നത്? ടിക്കറ്റ്. അഞ്ജു, ഇത്തരത്തിലുള്ള ഒരു പരാതി വ്യാപകമാണ്. ടിക്കറ്റ് കിട്ടാത്ത ഒരു വലിയൊരു ആരാധക നിര തന്നെ സ്റ്റേഡിയത്തിന്റെ പുറത്തുണ്ട്. അവരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നതിനാൽ. എന്നാൽ ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ കളി കാണാൻ കഴിയാത്തതിന്റെ ഒരു നിരാശ അവരിലെല്ലാവരിലും ഉണ്ട്. എന്തായാലും വലിയ ഒരു ആവശ്യത്തിൽ തന്നെയാണ് കൊച്ചി ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹോദരമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറും അതോടൊപ്പം തന്നെ കൊൽക്കത്തയുടെ ഉടമ സൗരവ് ഗാംഗുലി, അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, നിത അംബാനി, മുകേഷ് അംബാനി തുടങ്ങിയുള്ള പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ കലൂർ സ്റ്റേഡിയം ഇന്ന് നിബിഡമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ താര നിരയെ കാണുന്നതിനും ഈ മത്സരം വീക്ഷിക്കുന്നതിനും ഇന്നത്തെ ഈ ഏറ്റവും സുന്ദരമായ മത്സര വിജയം കാക്ഷിച്ചുകൊണ്ട് തന്നെയാണ് 6 ലക്ഷത്തിലധികം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 3:30 കൂടെ ആരംഭിച്ചതാണ് ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധകരുടെ വലിയ ഒരു നിര തന്നെ ഇന്നത്തെ ഒരു മത്സരത്തിന്റെ ഇല്ല ഇതേ പറ തന്നെയാണ്. എവിടെ നിന്ന് വന്നോ? ഞങ്ങൾ തൃശ്ശൂര്. എപ്പോഴാ വന്നേ? കാലത്ത് വന്നാണ്. ഇവിടെ കൗണ്ടറിലൊക്കെ പോയിട്ട് എന്താ അവർ പറയുന്നത്? ഒന്നും കിട്ടില്ല, ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് ഫുള്ള് കഴിഞ്ഞു എന്നാണ് പറയണേ. ഒരു രക്ഷയില്ല. നിങ്ങൾ എവിടെ നിന്ന്? ഞാൻ കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിൽ ഞാൻ കാലത്ത് തുടങ്ങി വന്ന് ടിക്കറ്റ് ഒന്നുമില്ല, കംപ്ലീറ്റും ഫുൾ ആയി പോയി. എന്താ അവര് പറയുന്നത്? അവര് പറഞ്ഞ കംപ്ലീറ്റും ഫുൾ ആയി പോയത്, ബാച്ച് തന്നെ കംപ്ലീറ്റും ഫുൾ ആയി പോയെന്ന് പറഞ്ഞാൽ. ഓൺലൈനിലാണോ? ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണോ? ഓൺലൈനിൽ നമ്മൾ നേരിട്ട് വന്നെടുക്കാൻ, ഞങ്ങൾ അടുത്തല്ലേ, ഇടക്കൊച്ചല്ലേ, ഞങ്ങൾ വന്നപ്പോ ടിക്കറ്റ് ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ ആൾക്കാരുണ്ട് പുറത്ത്, അല്ലെങ്കിൽ പോലീസുകാരും കേട്ടില്ല, കംപ്ലീറ്റ് ഫുൾ ആയി പോയി. നമ്മിപ്പോ ഇല്ലെന്നും ചെയ്യാൻ പറ്റും. 30 പറ്റും. പിന്നെ കംപ്ലീറ്റും ബ്ലാക്കിന് അടിച്ചോണ്ടിരിക്കുന്നത്, കംപ്ലീറ്റും ബ്ലാക്ക്, ഒരാളും കിട്ടിയിട്ടില്ല.
ഇപ്പൊ 1500 രൂപ 3000 രൂപ ഒക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആ ഒരു കണ്ടീഷനിൽ റെഡിയാക്കണം, അതാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു പരാതി വളരെ വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതുമായിരുന്നു. ഈ വലിയ തുകയ്ക്ക് കെട്ടുകണക്കിന് ടിക്കറ്റ് വാങ്ങി പലരും സൂക്ഷിക്കുകയും അത് ഇന്നത്തെ ഈ ദിവസം വലിയ രീതിയിൽ വലിയ തുകയ്ക്ക് 300-ൻ്റേത് 3000-നും 500-ൻ്റേത് 5000 രൂപ അടക്കം വാങ്ങിച്ചുകൊണ്ടാണ് വിൽപ്പന നടത്തുന്നത്. ഈ ഒരു പരാതി വളരെ വ്യാപകമായിട്ടുണ്ട്. പോലീസ് ഇതിനെ ജാഗ്രത പുലർത്തിക്കൊണ്ട് വിവിധയിടങ്ങളിൽ പരിശോധന നടന്നു വരുന്നുണ്ട്. ഏതാനും പേരെ ഇന്ന് രാവിലെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും അത്തരത്തിലുള്ള ടിക്കറ്റ് ലഭിക്കാത്തതിനുള്ള പരാതിയും അതോടൊപ്പം തന്നെ പലർക്കും ഈ ഒരു വലിയ രീതിയിൽ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നു എന്നുള്ള ആ ഒരു പരാതിയും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇതിനോട് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പരാതി തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സുരക്ഷാ സംവിധാനമാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സാധാരണ മത്സരങ്ങൾക്ക് 700 വരെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിയോഗിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ ഇത്തരത്തിലുള്ള ഈ ടിക്കറ്റ് ലഭ്യമാകാത്തതിലുള്ള കടുത്ത അമർഷം പല കാണികൾക്കുമുണ്ട്, പല ആരാധകർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കളിയിൽ എത്തുന്ന താരനിരയുടെ സുരക്ഷ, ഈ കാര്യങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് കനത്ത സുരക്ഷാ വലയം തന്നെയാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മധ്യമേഖല IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും വിവിധയിടങ്ങളിൽ തുടർച്ചയായിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഉണ്ടാവാറുള്ളത് 700 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണെങ്കിൽ ഇന്ന് 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ കളിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിക്കൊണ്ട് ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം, ഇന്നത്തെ ഫൈനലിനോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ കലാപരിപാടികളാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇന്നലത്തെ റിഹേഴ്സൽ അടക്കം നടത്തുകയും അത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായിട്ടുള്ള 7ാമത്തെ ജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഒരു മത്സര വിജയം കൊതിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആരാധകർ എത്തിയിട്ടുള്ളത്. ഈ വലിയ ആവേശം, ഈ വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. പക്ഷെ അവരിൽ നിന്നെല്ലാം ഉയരുന്ന ഒരേ ഒരു പരാതി ഈ ടിക്കറ്റ് ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ്. നമുക്കറിയാം 3 മണിയോട് കൂടെയാണ് സ്റ്റേഡിയത്തിനകത്തേക്ക് കാണികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. ആ ഒരു നിര ഇപ്പോഴും അത്തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ വലിയൊരു വിഭാഗം ആരാധകരാണ് നമുക്ക് ഇപ്പോൾ പുറത്ത് കാണുന്നത്. അവർ ടിക്കറ്റ് കിട്ടാത്തതിനുള്ള ഒരു വലിയ അമർഷമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് ഏതാനും പേർക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിലും ഇന്ന് എല്ലാ കൗണ്ടറുകളും തന്നെ അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. വന്നവരെല്ലാം മടങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പലരും ഈ ജില്ലക്കാരല്ല, എറണാകുളം ജില്ലക്കാരല്ല, കൊച്ചിക്കാരല്ല. അതുകൊണ്ട് തന്നെ ദൂരങ്ങളിൽ നിന്ന് വന്ന പലർക്കും ഇത്തരത്തിൽ മടങ്ങിപ്പോകേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതാണ് കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ആവശ്യമായ അല്ലെങ്കിൽ പോലീസിന്റെ ഉപദേശങ്ങൾക്ക് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അവരെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇവിടുന്ന് മാറ്റാനുമുള്ള നടപടിക്രമങ്ങളും നടന്നു വരികയാണ്. അഞ്ജു. സമീറ, എന്തായാലും കേരള ടീം സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. എപ്പോഴേക്ക് അവിടെ എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അഞ്ജു, കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും അതോടൊപ്പം തന്നെ കൊൽക്കത്തയുടെ താരങ്ങളും 6 മണിയോട് കൂടിയായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. വളരെ നല്ല ടീമുകളാണ് എന്നതിൽ ആർക്കും സംശയമില്ല. പ്രത്യേകിച്ചും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം പതിയെ തുടങ്ങിയ ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടുള്ള എവേ മത്സരത്തിലുള്ള പരാജയം, തുടർന്ന് കൊൽക്കത്തയോട് കൊച്ചിയിൽ നടന്ന ഹോം മത്സരത്തിൽ പരാജയം, തുടർന്ന് ഡൽഹിയോട് സമനില, തുടർന്നായിരുന്നു പൂനെയെയും ഗോവയെയും ചെന്നൈയിനെയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉയർന്നു വരികയും ഒടുവിൽ സെമി ഫൈനലിൽ ഡൽഹിയെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ 1-0 പരാജയപ്പെടുത്തി. തുടർന്ന് ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ 2-1 അഗ്രിഗേറ്റ് സ്കോറിൽ വന്നപ്പോൾ 2-2 എന്ന നിലയിൽ വരികയും തുടർന്ന് ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുകയും ചെയ്തു. ആ ഷൂട്ടൗട്ടിൽ 3-0 വിജയിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ ഉറപ്പിച്ചത്. എതിർഭാഗത്തുള്ള കൊൽക്കത്തയും ശക്തരാണ്. നമുക്കറിയാം അവർ മുംബൈയെ കെട്ടുകെട്ടിച്ചുകൊണ്ടാണ് ഈ ഫൈനലിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2014 അതേ ഫൈനലിസ്റ്റുകൾ
വീണ്ടും ഈ 2016-ലും ഏറ്റുമുട്ടുന്നു. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു കൊൽക്കത്ത കിരീടം ചൂടിയത്. മുംബൈയിൽ നടന്ന മത്സരത്തിൽ അവർ നേടിയ ആ ഒരു ആധിപത്യവും ആ ഒരു മേൽക്കോയ്മയും ഇന്ന് അവർക്ക് തുടരാൻ കഴിയുമോ എന്ന് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്നത്. പ്രത്യേകിച്ചും കൊച്ചിയുടെ മണ്ണിൽ കളിക്കുമ്പോഴെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഊർജ്ജം കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1.5 ലക്ഷത്തിൽ അധികം വരുന്ന മഞ്ഞക്കടൽ തീർക്കുന്ന ഈ ആരാധകർ തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ സ്റ്റീവ് കോപ്പലും ഒപ്പം തന്നെ മാർക്ക് താരം ആരൺ ഹ്യൂഗ്സ്, ഗോൾ കീപ്പർ സന്ദേശ് സിംഗാനും മലയാളി താരങ്ങളായിട്ടുള്ള CK വിനീത്, മുഹമ്മദ് റാഫി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നൽകുന്ന പിന്തുണ, അവരുടെ ഓരോ ആർപ്പുവിളികളും തങ്ങൾക്ക് വരുത്തുന്ന വലിയ ഉത്തേജകമാണ്, വലിയ ആ ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം തങ്ങൾ കാലിൽ ആവാഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യും, നല്ല വിജയം സ്വന്തമാക്കുമെന്നുള്ള അവരുടെ ആ ഒരു പ്രഖ്യാപനം, അത്തരത്തിലുള്ള അവരുടെ ആ ഒരു ഉറപ്പ് ഇന്ന് പാലിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഉള്ളത്. അത് ആ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുമ്പോൾ ഇന്ന് മറ്റു എടുത്തു പറയേണ്ട ഒരു കാര്യം, 2014 നഷ്ടമായ കിരീടം ഇന്ന് സ്വന്തമാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഇന്ന് എതിരാളികളായി വരുന്ന കൊൽക്കത്ത തന്നെയാവുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രതികാര ബുദ്ധി ഏറെ ആയിരിക്കുമെന്നത് സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതികാരം വീട്ടാൻ ലഭിക്കുന്ന ഈ ഒരു സുവർണാവസരമാണ് ഇന്ന്. അതുകൊണ്ട് അതിന് ഉതകുന്ന ഒരു നല്ല പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. മരണ പോരാട്ടം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുകയാണ് ഉള്ളത് എങ്കിൽ ഇന്ന് യഥാർത്ഥ മരണ പോരാട്ടം തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പ്രത്യേകിച്ചും ഇതൊരു അഭിമാന പോരാട്ടമാണ്. തുടർച്ചയായി ജയിച്ച 6 ജയങ്ങളുടെ പിൻബലം ബ്ലാസ്റ്റേഴ്സ് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൽ അവരിന്ന് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു മത്സരത്തോടു കൂടി തന്നെ മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കി. ഇരു ടീമും വളരെ സുസജ്ജമാണ്. ഇപ്പോൾ ടീമുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. സാധാരണത്തേക്കാൾ കൂടുതൽ അല്പം നേരത്തെ തന്നെ വന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് അവരുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2 ടീമും ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇരു ടീമിൻ്റെയും താരങ്ങൾ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവരുടെ കളിക്കാർക്ക് മാത്രം പ്രത്യേകമായിട്ട് സജ്ജമാക്കിയിട്ടുള്ള അവരുടെ ആ പവലിയനിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് കയറും. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം സ്റ്റേഡിയത്തിനകത്ത് വലിയ രീതിയിലുള്ള ഈ ISLന്റെ ഫൈനൽ മത്സരത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള റിഹേഴ്സലുകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കൊച്ചി ഇപ്പോൾ ഉള്ളത്. 3 മണിയോടുകൂടി ആരംഭിച്ച സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം ഇപ്പോഴും തുടരുകയാണ്. അഞ്ജു, തീർച്ചയായും ഏതാണ്ട് 3.5 കോടിയോളം വരുന്ന ജനത ഒരേ ഒരു കാൽപന്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ ഇത്രയധികം ആവേശവും ആരവവും ഒക്കെ ഉയർന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ സമ്മർദ്ദം എന്ന ഒരു പ്രതിസന്ധി അത് കളിക്കാർക്ക് മുന്നിൽ രൂപപ്പെടുമോ? അതൊരു വലിയ പ്രതിസന്ധി തന്നെയല്ലേ? അഞ്ജു, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും മലയാളി താരങ്ങൾക്കൊക്കെ എല്ലാം തന്നെ അവരോടൊക്കെ ചോദിച്ച ഒരു ചോദ്യം, അവരെല്ലാം തന്നെ കളി പഠിച്ച മണ്ണ് കൂടിയാണ് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം. ആ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രമാത്രം ആരാധകർക്ക് മുന്നിൽ ഇറങ്ങുമ്പോൾ തങ്ങൾക്ക് വലിയ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നുവല്ലോ. അത്തരത്തിലുള്ള ഒരു വാർത്തകളോടുള്ള ഒരു പ്രതികരണം എന്താണ് എന്നായിരുന്നു CK വിനീതിനോട് നമ്മൾ ചോദിച്ചത്. അപ്പോൾ CK വിനീത് വ്യക്തമാക്കിയ ഒരു കാര്യം, തങ്ങൾക്ക് വിജയം എന്നത് ഒരു സമ്മർദ്ദമല്ല, അത് വലിയൊരു ലഹരിയാണ്. ആ ലഹരിയിലേക്കാണ് തങ്ങൾ എത്തുന്നത്. വിജയത്തിൽ കുറഞ്ഞൊന്നും തങ്ങൾ ലക്ഷ്യമിടുന്നില്ല. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങൾ എന്നതിനെ അതിജീവിക്കുക എന്നുള്ളതും വലിയ രീതിയിലുള്ള ഒരു വിജയത്തോടു കൂടെ കിരീടമുറപ്പിക്കുക എന്നുള്ളതുമാണ് തങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വിനീത് മാത്രമല്ല, ഇത്തരത്തിൽ ടീമംഗങ്ങളെല്ലാം തന്നെ സുസജ്ജമാണ്. എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാനുള്ള എല്ലാ മാനസിക കരുത്തും അവർ നേടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധത്തിലെ പ്രമുഖ താരമായിട്ടുള്ള ഹോസുവിൻ്റെ അഭാവമാണ്. ഹോസുവിനെ കഴിഞ്ഞ 2 സെമി ഫൈനലുകളിലും കൊച്ചിയിൽ നടന്ന മത്സരത്തിലും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നടന്ന 2ാം പാദ സെമി ഫൈനൽ മത്സരത്തിലും മഞ്ഞക്കാട് കണ്ടിരുന്നു. ഈ 2 കളികളിലും മഞ്ഞക്കാട് കണ്ടതിനാൽ ഹോസു ഇന്ന് കളിക്കുന്നില്ല എന്നുള്ളത് നേരിയ രീതിയിലെങ്കിലും അത് ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ കോച്ച് സ്റ്റീവ് കോപ്പൽ പറഞ്ഞത്
ഹോസുവിന് പകരം മറ്റേ താരങ്ങളെ കളത്തിലിറക്കാൻ ഒതുങ്ങുന്ന നല്ല താരങ്ങളുണ്ട്. അത് വലിയ രീതിയിൽ ടീമിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ഹോസുവിൻ്റെ ഒരു പ്രകടനം ഈ സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്, ഒരു ഡിഫൻഡറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭാവം അത് ടീമിനെ ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഹോസുവിന് പകരം ഒരുപക്ഷേ ഇന്ന് മലയാളി തരം റിനോ ആൻഡ്രൂ ആയിരിക്കും അവിടെ എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്തിമ 11 പ്രഖ്യാപിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അന്തിമ 11 പ്രഖ്യാപിക്കും. മലയാളി താരങ്ങളിൽ മുഹമ്മദ് റാഫി പരിക്കേനെ തുടർന്ന് ഇന്ന് കളിക്കില്ല എന്നാണ് അറിയുന്നത്. മറ്റൊന്ന് CK വിനീത് തന്നെയാണ് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകം. അദ്ദേഹം ആദ്യ മത്സരങ്ങളെല്ലാം തന്നെ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വൈകിയാണ് അദ്ദേഹം ടീമിനൊപ്പം ചേർന്നത്. പക്ഷേ അദ്ദേഹം ടീമിനൊപ്പം ചേർന്ന ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടീമായി മാറിയതും നല്ല രീതിയിലുള്ള പ്രകടനമായിട്ട് മുന്നോട്ട് വന്നതും അദ്ദേഹം നേടിയ ആ 5 ഗോളുകളോട് കൂടി തന്നെ അദ്ദേഹം ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് ടോപ്പ് സ്കോററായി മാറിയതും. അതുകൊണ്ട് തന്നെ ഇന്ന് വിനീതിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓരോ ഗോളുകളും, എണ്ണം പറഞ്ഞ ഓരോ ഗോളുകളിലുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ. അതുകൊണ്ട് തന്നെ മലയാളി താരം CK വിനീതിൻ്റെ പ്രകടനം നല്ലൊരു പ്രകടനത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നല്ല ഒരു മത്സര വിജയത്തോടു കൂടെ 2014 നഷ്ടമായ ആ കിരീടം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കുണ്ട്, താരങ്ങൾക്കുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കൊച്ചി ഇപ്പോൾ ഉള്ളത്. ഇനി അല്പസമയത്തിനകം തന്നെ VVIPകളെല്ലാം തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തും. സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും അതോടൊപ്പം തന്നെ അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, നിത അംബാനി, അതോടൊപ്പം തന്നെ മുകേഷ് അംബാനി തുടങ്ങിയിട്ടുള്ള പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് കൂടി ഇന്നത്തെ മത്സരം ശ്രദ്ധേയമാവുകയാണ്. ഇന്നത്തെ ഈ മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി പ്രമുഖരെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ എത്തും. അതിൻ്റെയൊക്കെ ഒരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. അഞ്ജു, എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ കളിമികവിന്റെ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ അവിടെ മലയാളി സ്പർശം എന്നുള്ളത് കേരളീയർക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വിനീതിലേക്കാണ് ഏവരും കണ്ണു ഉറ്റിരിക്കുന്നതും. ഈ നിലവിൽ ഇപ്പോൾ റിനോ കളത്തിലിറങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം, സാധ്യത, സൂചന ഇത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സമീർ, കേൾക്കാമെങ്കിൽ അഞ്ജു, ചോദ്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കാമോ? ബ്ലാസ്റ്റേഴ്സിന്റെ കളിമികവിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ മലയാളി സ്പർശം അത് എടുത്തു പറയേണ്ടതാണ്, പ്രത്യേകിച്ച് വിനീതിന്റെ ഒരു ഇടപെടൽ. ഈ അവസ്ഥയിൽ വിനീതിലേക്ക് തന്നെയാണ് ഏവരും കണ്ണു നട്ടിരിക്കുന്നത്. ഒപ്പം റിനോ ഇന്ന് കളത്തിലിറങ്ങുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഏവരും ഉറ്റുനോക്കുന്നു. സമീർ, അഞ്ജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CK വിനീത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐക്കൺ, മധ്യനിരയിലെ ഏറ്റവും ശ്രദ്ധേയമായ താരം. അദ്ദേഹം ഒരുപോലെ മധ്യനിരയിലും മുന്നേറ്റ നിരയിലും കളിക്കുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഏറ്റവും സുന്ദരമായ മത്സരങ്ങളെല്ലാം കാഴ്ചവെക്കുകയും ബ്ലാസ്റ്റേഴ്സിനെ പുതുജീവൻ നൽകിക്കൊണ്ട് ഈ ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ തന്നെയാണ് മലയാളി താരങ്ങൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വ്യക്തികൾ നോക്കുന്നത്, ഫുട്ബോൾ ആരാധകർ നോക്കുന്നത് ആ മലയാളി താരമായിട്ടുള്ള CK വിനീതിൻ്റെ കാലുകളിലേക്ക് തന്നെയാണ്. അദ്ദേഹം എന്നൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്, അദ്ദേഹം ഏറെ വൈകിയാണ് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ചേരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് കളിച്ച എല്ലാ മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെതായ ഓരോ വിധത്തിലുള്ള സംഭാവനകൾ നൽകാനും കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചില്ലെങ്കിലും അടിക്കാനുള്ള നിരവധി അവസരങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുത്തു. ഇത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഈ CK വിനീതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഓരോ മുന്നേറ്റവും തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഈ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക ഘടകമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും CK വിനീതിൻ്റെ ഒരു പ്രകടനത്തിന് തന്നെ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഹോസുവിൻ്റെ അഭാവത്തിൽ റിനോ ആൻഡ്രൂ ആയിരിക്കും ഇന്ന് പ്രതിരോധത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്തിമ 11 അല്പസമയത്തിനകം തന്നെ ലഭ്യമാവും. അന്തിമ 11 പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. മലയാളി താരങ്ങൾ ആരൊക്കെ ഉണ്ടാവുമെന്നതിൽ ഒരു കൃത്യമായ വിവരം നമുക്ക് അപ്പോൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും റാഫിക്ക് പരിക്കുണ്ട്, അതുകൊണ്ട് ഇന്ന് കളിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. എന്നാലും ഇന്നത്തെ ഈ മത്സരത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ റാഫിയെ കളിപ്പിച്ചേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും
മലയാളി താരങ്ങളായിട്ടുള്ള മുഹമ്മദ് റാഫി, ഒക്കെ CK വിനീത്, റിനോ ആൻഡോ, ഈ താരങ്ങളിൽ റിനോ ആൻഡോയും അതോടൊപ്പം തന്നെ CK വിനീതും എന്ന ടീമിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. അല്പ സമയത്തിനകം തന്നെ ഇനി ഔദ്യോഗികമായിട്ട് ഈ ടീമിനെ പ്രഖ്യാപിക്കും. അതിന് ശേഷമായിരിക്കും നമുക്ക് ഇന്ന് ആരൊക്കെ മലയാളി താരങ്ങൾ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രതിരോധത്തിൽ സന്ദേശ് ചിങ്കാനും അതോടൊപ്പം സെഡ്രിക് എംബർട്ട്, ആരൻ ഹ്യൂസ് ഇവർക്കൊപ്പം റിനോ ആൻഡോ തന്നെ ആയിരിക്കുമോ എത്തുക എന്നത് സംബന്ധിച്ചും അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആവേശകരമായ ഫൈനൽ മത്സരത്തിന് അല്പസമയത്തിനകം തന്നെ വീക്ഷിക്കുന്നതിന് വേണ്ടി സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള പ്രമുഖർ എത്തും. ഈ 6:50 ഇതിൻ്റെ വിവിധ പരിപാടികൾ ആരംഭിക്കും. 7 മണിയോടുകൂടി തന്നെയായിരിക്കും കിക്ക് ഓഫ് നടക്കുന്നത്. വലിയ ആ ഒരു ആവേശത്തിലേക്ക് തന്നെയാണ് കൊച്ചി ഇന്ന് രാവിലെയോടുകൂടി തന്നെ എത്തിയിരുന്നത്. നമുക്കറിയാം സുരക്ഷാ സംവിധാനങ്ങൾ ഏറെ ശക്തമാണ് എന്നതിനാൽ സാധാരണ പോലെ ഈ VIP-കളുടെ പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്ത് കാണികളെ ആരെയും തന്നെ കൂടി നിൽക്കാൻ അനുവദിക്കുന്നില്ല. അവരെല്ലാം തന്നെ പെട്ടെന്ന് അവരുടെ ഓരോ പ്രവേശന കവാടങ്ങളിലേക്കും അവരവരെടുത്ത ടിക്കറ്റിൻ്റെ അനുസരിച്ച് അവരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറി പോകാൻ വേണ്ടിയിട്ട് പോലീസ് തുടർച്ചയായി നിർദ്ദേശം നൽകുകയും അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. സുരക്ഷ തന്നെയാണ് എല്ലാവരും. സമീർ, എന്തായാലും പരിശീലകന്റെ നിർദ്ദേശങ്ങൾ അപ്പാടെ കളത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു താരനിര, പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ഹ്യൂമൈറ്റൻ ഉൾപ്പെടെ മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു സാധ്യതയാണ് കൊൽക്കത്തയ്ക്കൊപ്പം ഉള്ളത്. ഈ ഒരു അവസരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കൈമെയ് മറന്ന് പൊരുതേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ നിലവിലുള്ളത്? അങ്ങനെ വില കുറച്ച് കാണാനാകുമോ കൊൽക്കത്തയെ? അഞ്ജു, കൊൽക്കത്ത വളരെ മികച്ച ടീമാണ് എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ മാർക്കി താരം പോസ്റ്റുകയും അതോടൊപ്പം തന്നെ അവരുടെ തുറുപ്പുചീട്ട് ഇയാൻ ഹ്യൂം തന്നെയാണ്. മലയാളികളെ ഇഷ്ടത്തോടെ ഹ്യൂമൈറ്റൻ എന്ന് വിളിക്കുന്ന ഇയാൻ ഹ്യൂം എന്ന വ്യക്തി തന്നെയാണ് അവരുടെ തുറുപ്പുചീട്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു ഘടകം, കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ സീസണിൽ ഫൈനലിൽ എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇയാൻ ഹ്യൂം. അദ്ദേഹം ഇത്തവണ വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കൊൽക്കത്തയ്ക്ക് വേണ്ടി അദ്ദേഹം 7 ഗോളുകൾ നേടുകയും കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറായി നിൽക്കുകയും ചെയ്യുന്നു. ഇനിയും അദ്ദേഹം ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നെഞ്ചിരിപ്പോടെ നോക്കുന്നത് അദ്ദേഹത്തിലേക്ക് തന്നെയാണ്. അദ്ദേഹം എപ്പോഴൊക്കെ കളത്തിലിറങ്ങുകയും നല്ല രീതിയിലേക്ക് അദ്ദേഹം ഒരു പെർഫോമൻസിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം എതിരാളികളെല്ലാം തന്നെ വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. വലിയ പ്രതിരോധ നിര ഉള്ള ടീമുകൾ പോലും പരാജയപ്പെടുകയും അവരുടെ പ്രതിരോധം വളരെ രീതിയിൽ തകരുകയും ചെയ്ത സ്ഥിതിവിശേഷമാണ് ഇയാൻ ഹ്യൂമിന് മുമ്പിൽ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്ന് സെഡ്രിക് എംബർട്ടും അതോടൊപ്പം തന്നെ ആരൻ ഹ്യൂസും സന്ദേശ് ചിങ്കാനും ഒക്കെ വളരെ വലിയ രീതിയിൽ വിയർക്കും എന്നതിൽ സംശയമില്ല. വളരെ വലിയ കഠിനാധ്വാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാൻ ഹ്യൂമിനെ പിടിച്ചു കിട്ടാൻ കഴിയുകയുള്ളൂ. ഇയാൻ ഹ്യൂമിനെ പിടിച്ചു കിട്ടുക എന്നുള്ള ആ ഒരു വലിയ വെല്ലുവിളി ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മത്സരത്തിൽ നമുക്ക് ഒരു ഭയപ്പെടാനും ഉണ്ടാവില്ല. വലിയ രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം ഇന്നും ശക്തമായിട്ട് തന്നെ അവരെ എതിരിടുകയാണെങ്കിൽ ഹ്യൂമിനെയും പോസ്റ്റുകയും ഒക്കെ ഇളകാൻ അനുവദിക്കാതെ മുന്നേറാൻ അനുവദിക്കാതെ വരിഞ്ഞിടുകയാണ് എങ്കിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സുഖമായിട്ട് ജയിക്കാൻ കഴിയും. എന്നാൽ ഹ്യൂമിനെ എത്രമാത്രം തളർത്തുന്നതിൽ വിജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ വേഗത, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിങ്ങിൻ്റെയും അതോടൊപ്പം അദ്ദേഹം കണ്ടെത്തുന്ന പഴുതുകളും അത് ഏറെ ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിങ്ങിൻ്റെ വേഗതയും അതിനെ എത്രമാത്രം എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും മുംബൈക്കെതിരെ എതിരില്ലാത്ത 5 ഗോളിന് പരാജയപ്പെട്ടു എന്നത് ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഈ ലീഗിൽ കളിച്ച ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. വളരെ പരാജയപ്പെട്ട മത്സരങ്ങളിൽ പോലും മാനം കെട്ട മത്സരങ്ങളായിരുന്നില്ല, നാണം കെട്ട പരാജയങ്ങളായിരുന്നില്ല. പക്ഷേ മുംബൈക്കെതിരെ ഉണ്ടായത് വലിയൊരു പരാജയമായിരുന്നു. അന്ന് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം ഒന്നുമല്ലാതായത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ പൊസിഷനുകളിൽ മാറ്റം വരുന്നത് നമ്മൾ കണ്ടു. ഹ്യൂസ് തന്നെ പലപ്പോഴും സ്ഥിരമായിട്ട് ആ ഭാഗത്ത് ലെഫ്റ്റ് വിങ്ങിൽ എത്തുന്നതും കണ്ടു. അങ്ങനെ ഏറെ താരങ്ങളെയൊക്കെ തന്നെ മാറ്റി പരീക്ഷിക്കുമ്പോഴും സെഡ്രിക് എംബർട്ടും ആരൻ ഹ്യൂസും സന്ദേശ് ചിങ്കാരും ഈ 3 പേരെ നിലനിർത്തിക്കൊണ്ട് തന്നെ കളിപ്പിക്കാൻ സ്റ്റീവ് കോപ്പൽ കാണിച്ച ആ ഒരു മെടുക്കും അവർക്കിടയിലുള്ള ഒത്തിണക്കവും അതോടൊപ്പം മധ്യനിരയിലേക്ക് CK വിനീതിൻ്റെ വരവ് ബെൽഫോർട്ടിനും അതോടൊപ്പം തന്നെ
എൻഡോയ്ക്കും ഒപ്പം നല്ല രീതിയിൽ മുന്നേറാൻ മുഹമ്മദ് റാഫിക്കും ഒക്കെ കഴിഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ സമാനമായ രീതിയിലേക്ക് ഇന്നത്തെ ഈ മത്സരത്തിലും എത്തുകയാണ് എങ്കിൽ നല്ലൊരു വിജയം ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് സ്വന്തമാക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. എന്തായാലും വലിയൊരു ആവേശത്തിലാണ് കൊച്ചി ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു മണിക്കൂർ മാത്രമാണ്, ഒരു മണിക്കൂറിനകം തന്നെ പ്രമുഖരെല്ലാം തന്നെ VIP-കളെല്ലാം തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അതിനുള്ള ഏറെക്കുറെ എല്ലാ പ്രമുഖരും എത്തിയിരുന്നു. നേരെ 11 മണിയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമയായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ എത്തിയത്. അദ്ദേഹം ഇപ്പോൾ താരങ്ങളെല്ലാമുള്ള കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഉള്ളത്. അതിനുശേഷം സച്ചിന് ഒപ്പം തന്നെ ഗാംഗുലി എത്തുന്നു, അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും മുകേഷ് അംബാനി അടക്കമുള്ള പ്രമുഖർ എത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു താരനിരയ്ക്ക് മുമ്പിലാണ് ഇന്നത്തെ ഈ അംഗം നടക്കുന്നത്, കലാശ പോരാട്ടം നടക്കുന്നത്. ഈ കിരീടം ഉയർത്തുക എന്നുള്ള ഒരു വലിയ ഒരു സ്വപ്നം ബ്ലാസ്റ്റേഴ്സിന് ഇതുപോലൊരു അവസരം ഇനി ഒരിക്കലും ഉണ്ടാകണം എന്നില്ല. അവരുടെ ഭാഗ്യ ഗ്രൗണ്ടിലാണ് ഇറങ്ങുന്നത്. തുടർച്ചയായിട്ടുള്ള 6 ജയം സ്വന്തമാക്കിയ ഈ ടീമിന് ഇന്നത്തെ ഈ മത്സരത്തിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നമുക്കറിയാം 1.5 ലക്ഷത്തിലധികം കാണികൾ ഇതിനോടകം തന്നെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. സ്റ്റേഡിയത്തിനകത്ത് അവരുടെ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ആരാധകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പലർക്കും ടിക്കറ്റ് ഇല്ലാത്തതിനാൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും സ്റ്റേഡിയത്തിനകത്തുള്ളതുപോലെ തന്നെ അത്ര തന്നെ സ്റ്റേഡിയത്തിന് പുറത്തും കാണികൾ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്തായാലും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാം ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമൊക്കെയാണ്. സെമി ഫൈനലിൽ ഡൽഹിയെ തകർത്ത് അവർക്ക് ഇന്ന് കൊൽക്കത്തയും കൂടെ തകർത്തുകൊണ്ട് ഈ കിരീടം സ്വന്തമാക്കാൻ കഴിയും എന്ന ഒരു ഉറച്ച പ്രതീക്ഷ എല്ലാവരിലും ഉണ്ട്. ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഇനി താരങ്ങൾക്ക് കഴിയുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അഞ്ജു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ മഞ്ഞക്കടലായിരിക്കുന്നു. മഞ്ഞയിൽ കളിച്ചാടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ബസ് നിലവിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ടീം മാനേജേഴ്സ്, ടീം ഓണേഴ്സ് അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊച്ചി അതിന്റെ എല്ലാ ആരവങ്ങളിലേക്കും മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യൻ മാരക്കാനയിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഡ്രീം ഫൈനൽ, സ്വപ്ന ഫൈനലിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.